പറമ്പിക്കുളം പണ്ടേ പറയണ കേട്ടിട്ടുണ്ട്. നമ്മുടെ നാട്ടിൽ ഇറങ്ങണ പുലിനും കടുവനൊക്കെ പറമ്പിക്കുളത്തൊക്കെ പറഞ്ഞു വിടുകയാണ്. ഇനി പുലിനും കടുവനൊന്നും കാണാൻ പറ്റില്ലെങ്കിലും ഇവിടെ വന്നിക്കണമെങ്കിൽ ഇതിങ്ങനെ നോട്ടീസ് ചെയ്തിട്ടുണ്ടാവും. സഫാരി പോണ ബസ്സിൽ കയറാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് ചെക്കൻ ഒരേ വാശി. ആഹാ, അങ്ങനെ വിടാൻ പറ്റുമോ? ഫായം അങ്ങോട്ട് വരട്ടി കിട്ടണോ? ഇനി കാടിന്റെ ഉള്ളിൽ കൂടെ ഒരു 3 മണിക്കൂർ മുന്നേ ഒരു സഫാരി എക്സ്പീരിയൻസ് ചെയ്തോണ്ട് എനിക്ക് ഇത്ര വലിയ താല്പര്യമൊന്നും ഉണ്ടായിരുന്നില്ല. ആദ്യം ഈ ഒരു ഡാമിന്റെ ഒരു 10 മിനിറ്റ് നിർത്തും. ഡാമൊക്കെ ബ്യൂട്ടിഫുൾ ആണ്. പിന്നെ കപ്പിളായി വന്നവർക്ക് ഇതുപോലെ സെൽഫീസ് എടുക്കാം. കണ്ടോ, ചെക്കന്റെ കുറുമ്പൊക്കെ മാറി. കൂട്ടും കാട്ടുകൂടെയാണ് പോണേന്നുണ്ടെങ്കിലും ഞങ്ങളെ പോലെ ബാക്കിയുള്ളവർക്ക് ഒരു മ്ലാവിനെങ്കിലും കാണാൻ പറ്റുള്ളൂ, അത് ഇത്രയും ദൂരത്തുനിന്ന്. പിന്നെ കുറച്ച് പോകുമ്പോൾ ഒരു വ്യൂ പോയിന്റിൽ ഒരു 5 മിനിറ്റ് നിർത്തും. അങ്ങനെ 2-3 വ്യൂ പോയിന്റ് ഉണ്ട് കേട്ടോ. പിന്നെ ഒരു ഡാമും കൂടെ ഉണ്ട്, അവിടെ ഒരു 10 മിനിറ്റ് നിർത്തും. ഒരു ആനെ പോലും കാണാൻ പറ്റാത്തോണ്ടാണോ അതോ മുന്നേ അവിടെ വന്നോണ്ടാണോ എന്ന് അറിയില്ല, എനിക്കിതൊന്നും അങ്ങനെ എൻജോയ് ചെയ്യാൻ പറ്റില്ല. പക്ഷേ ഈ കറങ്ങണ സാധനം ആ പൊട്ടിച്ചെങ്ങാടാൻ ഞാൻ കുറേ നേരം നോക്കി നിന്നു കേട്ടോ. പിന്നെ നിർത്തുന്നത് ഈ കാടിനകത്തുള്ള ഷോപ്പിന്റെ അവിടെയാണ്. ഇവിടുന്ന് നമുക്ക് ഓർഗാനിക് പ്രോഡക്ട്സ് പർച്ചേസ് ചെയ്യാം, ചായ കുടിക്കാം. പിന്നെ കിടാറ്റിരുന്ന് തീരെ കാണാത്ത മയിലിനെ കണ്ടു, മാനേനെ കണ്ടു. പക്ഷെ എനിക്കൊരു ആനനെങ്കിലും കാണുന്നുണ്ടായിരുന്നു, കാണാൻ പറ്റാത്തതിന്റെ സങ്കടം. ഈ സഫാരിയുടെ ഫൈനൽ ഡെസ്റ്റിനേഷൻ ഇവിടെയാണ്. ഇതാണ് വേൾഡിലെ ഓൾഡസ്റ്റ് തേക്ക്. പറമ്പിക്കുളം ശരിക്കും എക്സ്പ്ലോർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു 1 ഡേ എങ്കിലും ഇവിടെ സ്റ്റേ ചെയ്യണം. അല്ലാണ്ട് ഈ സഫാരി കൊണ്ടൊന്നും ആവില്ലെന്നാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തത്. വെറുതെ ലൈസ് പോണ്ടായിരുന്നു വാശി പിടിച്ചേ. കേട്ടാ മതിയായിരുന്നു, അങ്ങനെ പറമ്പിക്കുളത്ത് നിന്ന് തിരിച്ച് ആനമലയിൽ കുറച്ച് നേരം സ്പെൻഡ് ചെയ്തു. ശരിക്കും പറമ്പിക്കുളത്തിനേക്കാളും അടിപൊളിയായിട്ടുള്ള കാഴ്ച ആനമലയിലാണുള്ളത്. ഒരു 2 വർഷം മുന്നേ ഇവിടെ വിസിറ്റ് ചെയ്ത സമയത്ത് ഞങ്ങൾ എവിടെയാണ് സ്റ്റേ ചെയ്തിരുന്നത്. അങ്ങനെ ഈ ഒരു ഫാമിലി ട്രിപ്പും കഴിഞ്ഞു. ഈ ഒരു യാത്രയിൽ ഞങ്ങൾ കാട്ടുപോത്തിനെ ഒരുപാടായിട്ട് കണ്ടിട്ടോ. ഇനി നേരെ വീട്ടിലേക്ക്.